ബിഗ് ബോസ് ഇപ്പോൾ അവർക്കൊരു ടാസ്ക് കൊടുത്തു. വലിയ സംഭവമായിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ല. ഒരു ബൗളിൽ കുറെ ചോദ്യങ്ങൾ എഴുതിയ ചിറ്റുകൾ ഉണ്ടാവും. ഓരോരുത്തരായിട്ട് വന്നിട്ട് എടുത്ത ആ ചോദ്യത്തിനുള്ള മറുപടി പറയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, ഒരു ഫൺ ടാസ്ക് ആണ്. ആരെ അന്യഗ്രഹത്തിൽ വിടും, ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണെങ്കിൽ ആരെ കൂട്ടും, കല്യാണം മുടക്കാൻ ആരെ കൂട്ടും, പിന്നെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായിട്ട് ആരെ നിർത്തും, ട്രിപ്പ് പോകാനാണെങ്കിൽ ആരുടെ കൂടെ നിങ്ങൾ പോവാതിരിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജാസ്മിന്റെ ഒരു മറുപടിയാണ്. കല്യാണം മുടക്കാൻ ആരെ കൂടെ കൂട്ടും എന്ന ചോദ്യത്തിന് ജിൻഡോയുടെ പേര് പറഞ്ഞു. ഫണ്ണായിട്ട് പറഞ്ഞതാണ്, തമാശയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അന്യഗ്രഹത്തിലേക്ക് ആരെ വിടും എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ജിൻഡോ തെരഞ്ഞെടുത്തത് സാഹയ്യയാണ് കേട്ടോ. സിജോയ്ക്ക് കിട്ടിയത് രസകരമായ ഒരു ചുറ്റൊന്നും അല്ലായിരുന്നു. ആരെ പ്രൊട്ടക്ട് ചെയ്യും എന്നതായിരുന്നു ചോദ്യം. പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ നന്ദനേനെ പ്രൊട്ടക്ട് ചെയ്യും. അത് നന്ദനയുടെ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. എന്ത് വില കൊടുത്തും ഞാൻ നന്ദനേനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് സിജോ പറയുന്നുണ്ട്. പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി കേട്ടോ. സിജോ വളരെ ഒരു നല്ല മനുഷ്യനാണ് എന്ന് പുള്ളി ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജോ പറഞ്ഞതിൽ ഒരു ഗെയിമും അല്ലെങ്കിൽ ഒരു കുരുട്ടുബുദ്ധിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നോറയ്ക്ക് കിട്ടിയ ചിറ്റായിരുന്നു, ട്രിപ്പിന് പോകുമ്പോൾ ആരെ കൂടെ കൂട്ടത്തില്ല എന്നുള്ളൊരു ചോദ്യം. നോറ സ്വാഭാവികമായിട്ട് സിജോയെയാണ് പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിജോയുടെ പേര് പറഞ്ഞത്. പിന്നെ ജാസ്മിൻ ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണെങ്കിൽ ആരെ കൂടെ കൂട്ടുമെന്ന് ഒരു ചിറ്റ് കിട്ടിയിരുന്നു. അപ്പം അർജുനെ സെലക്ട് ചെയ്ത് അർജുനെയാണ് ഇവിടെ ഉള്ളവരിൽ കൂടെ കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് ജാസ്മിൻ പറയുന്നു. ഇതായിരുന്നു ഈ ഒരു ടാസ്ക്. വളരെ സിമ്പിൾ ഒരു ടാസ്ക് ആണ്, ഫൺ ടാസ്ക് ആണ്. എല്ലാവരും വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വലിയ മുതലാളി കൊടുത്തൊരു ടാസ്ക് ആണ്, അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.